ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിക്കിം ഉത്തർപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉഷ്ണതരംഗ സമാന സാഹചര്യമായതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ 17ആയി. ശക്തന്റെ തട്ടകത്തിൽ ഇന്ന് പൂരം കൊടിയിറങ്ങും. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് സമാപനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനായി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനോ വോട്ടർമാരെ സ്വാധീനിക്കാനോ ഉള്ള ഏതൊരു ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഈ മാസം 29-ന് 142 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 4-നാണ് കേരളം, അസം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. അവസാന മണിക്കൂറുകളിൽ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ബരക്പൂരിൽ റാലിയിൽ പങ്കെടുത്തു. BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ബഹ്ലയിൽ റോഡ് ഷോ നടത്തി. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിലും തൃണമൂൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി റാണാഘട്ട്, ഹൂഗ്ലി, അരാംബാഗ്, മഹേഷ്തല എന്നിവിടങ്ങളിലും പ്രചാരണത്തിനിറങ്ങും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വേനൽക്കാല വസതിയായ ഷിംലയിലെ രാഷ്ട്രപതി നിവാസിലാകും ശ്രീമതി മുർമു തങ്ങുക. ബുധനാഴ്ച ഷിംല ലോക്ഭവനിൽ ഹിമാചൽ പ്രദേശ് ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് ഗാംഗ്ടോക്കിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി സിക്കിമിന്റെ 50ാം സംസ്ഥാന രൂപീകരണ സമാപന ചടങ്ങിലും വിവിധ വികസന പരിപാടികളിലും പങ്കെടുക്കും. സിക്കിം സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം നാളെ ഉത്തർപ്രദേശിലെത്തും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അതേസമയം വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സമാന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മുതൽ 3 വരെ പുറത്തിറങ്ങുന്നതും കൂടുതൽ സമയം വെയിലേൽക്കുന്നതും ഒഴിവാക്കുക. ലോക്ഡൌണിന് സമാനമായ ജാഗ്രത ഈ സമയം ആവശ്യമാണ്. ധാരാളം ശുദ്ധജലം കുടിക്കുക. വായുസഞ്ചാരം ഉറപ്പാക്കാനും ശരീരം തണുപ്പിക്കാനും ശ്രമിക്കുക. പുറത്തിറങ്ങുന്നവർ നിർബന്ധമായും കുട ഉപയോഗിക്കണം. സൺഗ്ലാസ് ഉപയോഗിക്കുന്നതും ഉചിതമാണ്. കന്നുകാലികൾക്കും മറ്റ് വളർത്തുമൃഗങ്ങൾക്കും വെള്ളവും തണലും ഉറപ്പാക്കണം. തീപിടുത്ത സാധ്യത കണക്കിലെടുത്ത് ഉത്സവങ്ങളിലും പൊതുപരിപാടികളിലും അതീവ ജാഗ്രത ആവശ്യമാണ്. വെടിക്കെട്ടുകൾ, ആനയെഴുന്നള്ളിപ്പ് പോലെയുള്ളവ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ ദിനമായ ഇന്ന് സ്പീക്കർ AN ഷംസീർ നിയമസഭാ സമുച്ചയത്തിൽ വാച്ച് ആൻഡ് വാർഡിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. തുടർന്ന് മഹാരഥന്മാരുടെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തി. ദിനാഘോഷങ്ങളുടെ ഭാഗമായി മെയ് 3 വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും മ്യൂസിയവും സന്ദർശിക്കാം. രാവിലെ 10:30 മുതൽ രാത്രി 8 വരെയും പൊതു അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയും പ്രവേശനമുണ്ടാകും. വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിലെ ഗൃഹപ്രവേശന ചടങ്ങ് ഇന്ന് നടന്നു. ആദ്യഘട്ടത്തിൽ 1060 ചതുരശ്രയടി വിസ്തീർണമുള്ള 51 വീടുകളാണ് പൂർത്തിയാക്കിയത്. ഇതോടനുബന്ധിച്ച് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 17ആയി. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഇന്ന് സമാപനം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ തിടമ്പേറ്റി വടക്കുന്നാഥനെ സാക്ഷിയാക്കി പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തെത്തിയാണ് ഉപചാരം ചൊല്ലുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ 15 ആനകളും പാണ്ടിമേളവുമായി മണികണ്ഠനാൽ പന്തലിൽ നിന്ന് പാറമേക്കാവും നായ്ക്കനാൽ പന്തലിൽ നിന്ന് തിരുവമ്പാടിയും എഴുന്നള്ളി. ഇനി അടുത്ത പൂരത്തിന് കാണാമെന്ന് ജനാവലി പ്രഖ്യാപിക്കും. ഉപചാരം ചൊല്ലലിന് ശേഷം അടുത്ത വർഷത്തെ പൂരം തീയതിയും പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും വിവിധയിടങ്ങളിൽ പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനവാസ മേഖലകളിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് ജാഗ്രത തുടരുന്നു. കനിവ് 108 പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ആരോഗ്യവകുപ്പ് ലഭ്യമാക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ്_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ന്യൂസിലാൻഡ് വ്യവസായ മന്ത്രി എന്നിവർ സന്നിഹിതരാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $5 ബില്യൺ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇടുക്കി ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പിൽ ദേവികുളം ഗിരിജൻ സർവീസ് സൊസൈറ്റിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്. ആവശ്യമെങ്കിൽ ഭരണസമിതി പിരിച്ചുവിടും. 65,000 കിലോ റേഷനരി കാണാതായ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസും വിജയിച്ചു. 2 മണിക്കൂറിൽ താഴെ ദൈർഘ്യത്തിൽ മാരത്തൺ ഓട്ട മത്സരം പൂർത്തിയാക്കുന്ന ആദ്യ അത്ലറ്റായി കെനിയൻ താരം സെബാസ്റ്റ്യൻ സാവെ. 2023 കെൽവിൻ കിപ്റ്റം സ്വന്തമാക്കിയ 2 മണിക്കൂർ 35 സെക്കൻഡ് എന്ന മുൻ റെക്കോർഡാണ് സാവെ തിരുത്തിയത്. 31-കാരനായ സെബാസ്റ്റ്യൻ സാവെ 1 മണിക്കൂർ 59 മിനിറ്റ് 30 സെക്കൻഡിലാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂർ ജില്ലയിലെ മലയോര പഞ്ചായത്തായ കേളകത്തിന്റെ വനാതിർത്തിയിൽ വൈദ്യുത തൂക്കുവേലി നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കാട്ടാനശല്യം രൂക്ഷമായ മേഖലകളിലാണ് തൂക്കുവേലി സ്ഥാപിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കേളകം പഞ്ചായത്തിലെ രാമച്ചി മുതൽ 2 കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യ റീച്ചിൽ വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി കോളിത്തട്ട് വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിലും തൂക്കുവേലി സ്ഥാപിക്കും. ഇത് പൂർത്തിയാകുന്നതോടെ കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ചിലെ മണത്തണ സെക്ഷന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന കേളകം വില്ലേജ് അതിർത്തി വരെ തൂക്ക് വൈദ്യുതി വേലിയെത്തും. കരിയങ്കാപ്പ് വരെ ആനമതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ആനമതിൽ അവസാനിക്കുന്ന ഇടത്തു നിന്ന് രാമച്ചി വരെ കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുത വേലി സ്ഥാപിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 417 പോയിന്റ് നേട്ടത്തിൽ 77,067-ലും നിഫ്റ്റി 139 പോയിന്റ് ഉയർന്ന് 24,051-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 280 രൂപ ഉയർന്ന് 1,13,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് ഇന്നത്തെ വില. നോർക്ക റൂട്ട്സിന്റെ എറണാകുളം സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ ഈ മാസം 30 വരെ അറ്റസ്റ്റേഷൻ ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. സാങ്കേതിക കാരണങ്ങളാലാണ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം വ്യാഴാഴ്ച കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കും. 8,300-ലധികം തീർത്ഥാടകരാണ് 20 സർവീസുകളിലായി കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും മെയ് 6-നാണ് ഹജ്ജ് യാത്ര ആരംഭിക്കുക. കോഴിക്കോട് നിന്നും മെയ് 15 മുതൽ 18 വരെ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹജ്ജ് കമ്മിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സുഹൈൽ ഖാൻ മക്ക സന്ദർശിച്ചു. മദീനയിൽ നിന്ന് ട്രെയിൻ മാർഗം മക്കയിലെത്തിയ ഇന്ത്യൻ തീർത്ഥാടകരുടെ ആദ്യ സംഘത്തെ ഖാൻ സ്വീകരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്കുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ ഇരട്ട കൊലപാതകമെന്ന് സംശയം. പച്ചടി പൊന്നുട്ടയിൽ മേരിക്കുട്ടി, റെജി എന്നിവരെ ഈ മാസം 2 മുതൽ കാണാതായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങളും വാഹനങ്ങളും കണ്ടെത്തി. ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. തമിഴ്നാട് തേനിയിലുണ്ടായ വാഹനാപകടത്തിൽ ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി അഭിദേവ് മരിച്ചു. ബൈക്ക് കന്നുകാലിയുടെ ദേഹത്തിടിച്ച് മറിഞ്ഞതാണ് അപകടമുണ്ടാക്കിയത്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊത്ത് കൊടൈക്കനാൽ സന്ദർശിച്ച് മടങ്ങി വരവെയാണ് അപകടം. വനിതാ സംവരണ ബില്ല് അട്ടിമറിച്ചതിനെതിരെ മഹിളാ മോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിക്കും. വൈകുന്നേരം 3:30 പ്രഭാത് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം സ്റ്റേഡിയം കോർണറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ 2ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിക്കിം ഉത്തർപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉഷ്ണതരംഗ സമാന സാഹചര്യമായതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ 17ആയി. തൃശൂർ പൂരത്തിന് സമാപനം. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.